നമസ്കാരം. ഓ കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. അധികശതതമസർഗഃ 103-ാം സർഗത്തിലെ 10 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അർത്ഥമൊന്ന് ചിന്തിക്കാം. ശ്ലോകം 10, 103-ാം സർഗത്തിലെ. ഇദമിക്ഷ്വാകുനാഥസ്യ രാഘവസ്യ മഹാത്മനാഃ രാഘവേണ പിതുർദത്തം പശ്യതൈതത്യഥാവിധി. തസ്യ ദേവസമാനസ്യ പാർത്ഥിവസ്യ മഹാത്മനഃ നൈതദൗപയികം മന്യേ ഭുക്തഭോഗസ്യ ഭോജനം. ചതുരന്താം മഹിം ഭുക്ത്വാ മഹേന്ദ്രസദൃശോ ഭുവി കഥമിങ്കുതി പിണ്യാകം സ ഭുങ്ക്തേ വസുധാധിപഃ. അതോ ദുഃഖതരം ലോകേ ന കിഞ്ചിത് പ്രതിഭാതി മേ യത്ര രാമപിതുർദദ്യ ദിങ്കുദീക്ഷോദമൃദ്ധിമാൻ. രാമേണേങ്കുതിപിണ്യാകം പിതുർദത്തം സമീക്ഷ്യ മേ കഥം ദുഃഖേന ഹൃദയം ന സ്ഫോടതി സഹസ്രധാ. ശ്രുതിസ്തു ഖല്ലുയം സത്യ ലൗകികീ പ്രതിഭാതി മേ യദന്നപുരുഷോ ഭവതി തദന്നാസ്തസ്യ ദേവതാഃ. ഏവമാർതാം സപജ്ഞസ്ത്യ ജഗ്നുരാശ്വാസ്യതാം തദാ ദിദൃശുച്ഛാശ്രമേ രാമം സ്വർഗച്യുതമിവാമരം. തം ഭോഗൈ സംപരിത്യക്തം രാമം സംപ്രേക്ഷ്യ മാതരഃ ആർതാമുമുജുരശ്രൂണി സസ്വരം ശോകകർഷിതാഃ. താസാം രാമസമുദ്ധായ ജഗ്രാഹചരണാം പുജാൻ മാതുർണാം മനുജവ്യാഘ്ര സർവാസാം സത്യസങ്കരഃ. താപാണിഭിഃ സുഖസ്പർശ്യൈർ മൃദ്വങ്കുലിതലൈः ശുഭൈः പ്രമമാർജൂരജപൃഷ്ടാദ് രാമസ്യായതലോചനാഃ. സൗമിത്രിജിപിതാ സർവാ മാതൃസംപ്രേക്ഷ്യ ദുഃഖിതഃ അഭ്യവാദയദാസക്തം ശനൈരാമാദനന്തരം. യഥാ രാമേ തഥാ തസ്മിൻ സർവാ വവൃതിരേ സ്ത്രിയഃ വൃത്തിം ദശരഥാജ്ഞാതേ ലക്ഷ്മണേ ശുഭലേക്ഷണേ. സീതാപി ചരണാംസ്താസാം ഉപസംഗൃഹ്യ ദുഃഖിതാഃ ശുശ്രൂണാമശ്രുപൂർണാക്ഷി സംബഭൂവാഗ്രതസ്ഥിതാ. താം പരിഷ്വജ്യ ദുഃഖാർതാ മാതാ ദുഹിതരം യഥാ വനവാസകൃതാം ദീനാം കൗസല്യാ വാക്യമബ്രവീത്.
103 സർഗത്തിലെ 10 തുടങ്ങി 23 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. വസിഷ്ഠ മഹർഷിയും അവിടെ എത്തിക്കഴിഞ്ഞു. മുൻപിൽ നടക്കുന്നത് മഹാരാജാവിൻ്റെ ധർമ്മപത്നിമാരാണ്. അവരെല്ലാവരും ശ്രീരാമൻ കുളിക്കാൻ ഉപയോഗിക്കുന്ന കടവ് കണ്ടു. അവരുടെ കണ്ണിൽ അശ്രുക്കൾ പൊഴിഞ്ഞു. ആ കടവിൻ്റെ മുൻപിൽ അർപ്പിച്ചിട്ടുള്ള പിണ്ടവും അവരെല്ലാവരും കണ്ട് അത്യധികമായി വ്യസനിച്ചു. അതാണ് സന്ദർഭം. ഇന്ന് പാരായണം ചെയ്തതിൻ്റെ അർത്ഥമൊന്ന് നോക്കാം. ശ്ലോകം 10. ഇദമിക്ഷ്വാകുനാഥസ്യ രാഘവസ്യ മഹാത്മനഃ രാഘവേണ പിതുർദത്തം പശ്യതൈതത്യഥാവിധി. ശ്ലോകം 10ൻ്റെ അർത്ഥം: പിതാവും ഇക്ഷ്വാകു വംശനാഥനുമായ രാഘവനായിക്കൊണ്ട് മഹാത്മാവായ രാമൻ യഥാവിധി അർപ്പിച്ചിട്ടുള്ളത് കണ്ടുവോ? ശ്ലോകം 11. കൗസല്യ ദശരഥ പത്നിമാരോട് എല്ലാവരോടുമായി ചോദിക്കുന്നതാണ് ഇത്. ശ്ലോകം 11. തസ്യ ദേവ സമാനസ്യ പാർത്ഥിവസ്യ മഹാത്മനഃ ദൈതദൗപൈകം മന്യേ ഭുക്തഭോഗസ്യ ഭോജനം. ദേവതുല്യനും ഭോഗങ്ങളെല്ലാം തന്നെ അനുഭവിച്ചവനുമായ മഹാത്മാവിൻ്റെ നിലയ്ക്ക് ചേരുന്നതല്ല ഇതെന്ന് തോന്നിപ്പോകുന്നു. ശ്ലോകം 12. ചതുരന്താ മഹിം ഭുക്ത്വാ മഹേന്ദ്രസദൃശോ ഭുവി കഥമിഗുദിപിണ്യാകം സപുങ്ദേവസുധാധിപഃ. ശ്ലോകം 12ൻ്റെ അർത്ഥം: 4 ദിക്കുകളുടെയും അന്തം വരെ വ്യാപിച്ച രാജ്യത്തെ വാണ മഹേന്ദ്ര സദൃശനായ വസുധാധിപൻ ഓടൽ പിണ്ണാക്ക് എങ്ങനെ ഉണ്ണും? ശ്ലോകം 13. അധോ ദുഃഖതരം ലോകേ ന കിഞ്ചിത് പ്രതിഭാതി മേ യത്ര രാമപിതുർദ്യദ്യാദിങ്കുദീക്ഷോദമൃദ്ധിമാൻ. സകല ഐശ്വര്യങ്ങൾക്കും ഉടമയായ ശ്രീരാമൻ പിതാവിനായിക്കൊണ്ട് നൽകുന്നത് ഓടൽ പിണ്ണാക്കാണെന്ന് വന്നാൽ ഇതിനേക്കാൾ ദുഃഖകരമായി ലോകത്തിൽ എന്താണ് ഉള്ളത്? ശ്ലോകം 14. രാമേണാങ്കുതിപിണ്യാകം പിതുർദത്തം സമീക്ഷ്യ മേ കഥം ദുഃഖേന ഹൃദയം ന സ്ഫോടതി സഹസ്രധാ. രാമൻ ഓടൽ പിണ്ണാക്ക് പിതാവിന് നൽകിയിരിക്കുന്നുവെന്ന് കാണാൻ വിധിക്കപ്പെട്ട എൻ്റെ ഹൃദയം ദുഃഖം മൂലം 1000 നുറുങ്ങായി പൊട്ടിച്ചിതറാത്തത് എന്തുകൊണ്ടാണ്? ശ്ലോകം 15. ശ്രുതിസ്തു ഖല്യുയം സത്യ ലൗകികീ പ്രതിഭാതി മേ യദന്നപുരുഷോ ഭവതി തദന്നാസ്തസ്യ ദേവതാഃ. ലോകത്തിൽ പ്രസിദ്ധമായ ചൊല്ല് ശരി തന്നെയെന്ന് തോന്നുന്നു. താൻ ഭക്ഷിക്കുന്നതെന്തോ അതുതന്നെ തൻ്റെ ദേവതമാർക്കും ആ ചൊല്ല് ശരിയാണെന്ന് തോന്നുന്നു. കൗസല്യ പറയുകയാണ്. ശ്ലോകം 16. ഏവമാർദാം സപജ്ഞസ്യ ജഗ്നുമിരാശ്വാസ്യതാം തഥാ ദദൃശുച്ഛാശ്രമേ രാമം സ്വർഗച്യുതമിവാമരം. ഇപ്രകാരം ദുഃഖിക്കുന്ന കൗസല്യയെ സപത്നിമാർ ആശ്വസിപ്പിച്ച് മുന്നോട്ട് നടന്ന് ആശ്രമത്തിലെത്തി. അവിടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദേവനെ പോലിരിക്കുന്ന രാമനെ അവർ കണ്ടു. ശ്ലോകം 17. തം ഭോഗൈ സംപരിത്യക്തം രാമം സംപ്രേക്ഷ്യ മാതരഃ ആർദ്രാമുമുചുരശ്രൂണി സസ്വരം ശോകകർഷിതാഃ. ശ്ലോകം 17ൻ്റെ അർത്ഥം: ഭോഗങ്ങൾ പരിത്യജിച്ച രാമനെ കണ്ട് മാതാക്കൾ ദുഃഖിതകളായി കണ്ണീരൊഴുക്കിക്കൊണ്ട് ഉറക്കെ കരഞ്ഞു. ശ്ലോകം 18.
താസാം രാമസമുത്ഥായ ജഗ്രാഹചരണാം പുജാൻ മാതൃണാം മനുജവ്യാഘ്ര സർവാസാം സത്യസങ്കരഃ. സത്യവ്രതനായ രാമൻ എഴുന്നേറ്റ് അവരുടെ എല്ലാവരുടെയും ചരണങ്ങൾ പിടിച്ച് വന്ദിച്ചു. ആ ആയത നേത്രങ്ങൾ സുഖസ്പർശങ്ങളായ മൃദു കൈത്തലങ്ങളെ കൊണ്ട് രാമൻ്റെ പുറത്തു പറ്റിയ പൊടി തുടച്ചു കളഞ്ഞു. ശ്ലോകം 20. സൗമിത്രിരപിതാ സർവാ മാതൃസംപ്രേക്ഷ്യ ദുഃഖിതഃ അഭ്യവാദയദാസക്തം ശനൈരാമാദനന്തരം. ദുഃഖിതയായ സൗമിത്രിയും ആ എല്ലാ മാതാക്കളെയും കണ്ട് ഭക്തിയോടെ അഭിവാദനം ചെയ്തു. ശ്ലോകം 21. യഥാ രാമേ തഥാ തസ്മിൻ സർവാ വവ്രിതിരേ സ്ത്രിയഃ വൃത്തിം ദശരഥാജ്ഞാതേ ലക്ഷ്മണേ ശുഭലക്ഷണേ. രാജ്ഞിമാരെല്ലാം ദശരഥപുത്രനായ ശുഭലക്ഷണനായ ലക്ഷ്മണനോടും രാമനോടെന്ന പോലെ തന്നെ പെരുമാറി. ശ്ലോകം 22. സീതാപി ചരണാംസ്താസാം ഉപസംഗൃഹ്യ ദുഃഖിതാഃ ശുശ്രൂണാമശ്രുപൂർണക്ഷി സാംബഭൂവാഗ്രതസ്ഥിതാ. ദുഃഖിതയായ സീതയും അശ്രു നിറഞ്ഞ കണ്ണുകളോടെ ശുശ്രുക്കളുടെ പാദങ്ങൾ പിടിച്ച് വന്ദിച്ച് മുന്നിൽ നിന്നു. ശ്ലോകം 23. താം പരിഷ്വജ്യ ദുഃഖാർത്ത മാതാ ദുഹിതരം യഥാ വനവാസകൃതാം ദീനാം കൗസല്യാവാക്യമബ്രവീത്. ശ്ലോകം 23-ന്റെ അർത്ഥം. വനവാസത്താൽ മെലിഞ്ഞുപോയ അവളെ പെറ്റമ്മ മകളെ എന്ന പോലെ ആലിംഗനം ചെയ്തുകൊണ്ട് കൗസല്യ ഇങ്ങനെ പറഞ്ഞു. 23 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അർത്ഥം ഏകദേശം ചിന്തിച്ചു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.